ഘട്ടഗുസ്തി 2 വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സ്പോർട്സ് കോമഡി ഡ്രാമയാണ്. മികച്ച ഒരു അപരാധം എന്നല്ലാതെ പറയാൻ വാക്കുകളില്ല. ഘട്ടഗുസ്തി കണ്ടവർക്ക് മനസ്സിലാവും സിനിമയുടെ തീം എന്താണ്, കോർ ഐഡിയ എന്താണെന്നൊക്കെ. അതിൽ ഒരു പടിയും കുറയാതെയും മറയാതെയും നീങ്ങാതെയും തന്നെ ഈ സെക്കൻഡിലും ഡയറക്ടർ ചെയ്തു വച്ചിട്ടുണ്ട്. ചെല്ല അയ്യാവാണ് ഡയറക്ട് ചെയ്യുന്നത്. ഇഷാരി കെ ഗണേഷും വിഷ്ണു വിശാലും കൂടെ ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു മോക്ഷ എന്നൊരു ആക്ട്രസും ഉണ്ട്. ആ ആക്ട്രസിന് ആരെന്ന് ഞാൻ പറഞ്ഞു തരാം. വഴിയുന്ന വഴിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോ പഴയ ഒരു ടെംപ്ലേറ്റ്, വർഷ കാലകാലങ്ങളായിട്ട് കറങ്ങി പോകുന്ന ഒരു ടെംപ്ലേറ്റ്. ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കുന്ന ഒരു ഭർത്താവ്. അതായത് ഭാര്യ ഹൗസ് വൈഫ് ആവാനുള്ള എല്ലാ അവൾക്കും ആഗ്രഹങ്ങളുണ്ട്. അവളും പറക്കണം, അവളുടെയും ആഗ്രഹങ്ങളൊക്കെ അവൾ ചെയ്യണം, ചെലവാക്കണം എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. അത് താങ്ങി താങ്ങാട്ട് തണലാട്ട് ത്യാഗം ചെയ്യുന്ന ഒരു ഭർത്താവ്. ഹൗസ് ഹസ്ബൻഡ്, ഹൗസ് വൈഫ് മാറുന്നല്ലോ, ഹൗസ് ഹസ്ബൻഡായിട്ട് വിഷ്ണു വിശാലും വരുന്നു. എന്ത് ഒരു കുറച്ച് കൊണച്ച റൊമാൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. സത്യം പറഞ്ഞാല് എക്സ്ട്രീം ആയിട്ടൊരു വേണ്ടാത്ത ഒരു റൊമാൻസ്, ഒരു ആവശ്യമില്ലാത്ത റൊമാൻസ്. എന്തിനു വേണ്ടി ഇതിൽ എനിക്ക് തോന്നുന്നു ഐശ്വര്യ ലക്ഷ്മിയെ പിടിച്ച് നിർത്തി അഭിനയിപ്പിച്ചതുപോലെയാണ്. അതായത് ഒന്ന് പുള്ളിക്കാരുടെ ഡബും കാര്യങ്ങളൊന്നും ഓക്കേഷല്ല. ഡബിങ് എവിടെയോ പോകുന്നു, ലിപ്സിങ് എവിടെയോ പോകുന്നു. രണ്ട്, പുള്ളിക്കാരിയെ വേണമെന്ന് പറഞ്ഞ് ഈ ക്യാരക്ടറിന് അതായത് കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരാവശ്യവുമില്ല, ഒരു ഇമ്പോർട്ടൻസും ഇതിൽ കൊടുക്കുന്നില്ല. പിന്നെ ഇമോഷൻസ് ഒക്കെ വെറുതെ വാരി വലിച്ചിടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഡയറക്ടർ. കാരണം തമിഴ്നാട്ടില് ആ ഒരു സീരിയൽ മെത്തേഡ് പിടിച്ച കൺഫേം ആയിട്ട് രക്ഷപ്പെടും പടം. അതുകൊണ്ടായിരിക്കാം ഡയറക്ടർ ആ ഒരു മെത്തേഡ് പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതില് പുള്ളിക്കാരി ഒരു റെസ്ലറാണ്. റെസ്ലിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല. ഈ ഘട്ടകുസ്തിയിൽ നിന്ന് ആ സെയിം പ്ലോട്ടിനെ എടുത്ത് ഘട്ടകുസ്തി 2-ലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മകൾ എന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഈ സിനിമയിലില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ മകൾ പാസം, അമ്മ മകൾ പാസം, മാമൻ മകൾ പാസം, ഈ പാസങ്ങളൊക്കെ ഇട്ട് അലച്ച് കലച്ച് കവച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മി ജോലിക്ക് പോകുന്ന സമയത്തിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ ആത്മാർത്ഥമായ ഹസ്ബൻഡ് പോകുന്നു. അതുവഴിയായിട്ട് ഒരു ആക്ട്രസിനെ കാണുന്നു, ഒരു ടീച്ചറിനെ കാണുന്നു. ടീച്ചറിനെ മകൾ ഇരിക്കുമ്പോൾ തന്നെ ടീച്ചറിനെ വായി നോക്കുന്ന ഒരു അച്ഛൻ, ആ വർണ്ണാഭമായിട്ട് വർണ്ണിക്കുന്ന ഒരു അച്ഛൻ, ശരീര വടിവുകളെ വർണ്ണിക്കുന്ന ഒരു അച്ഛൻ മകൾ നിൽക്കുമ്പോൾ തന്നെ. അങ്ങനെ ഒരു എഫേർട്ട് ഇല്ലാത്ത, ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് വിഷ്ണു വിശാലിൽ വരുന്നത്. അതായത് പുള്ളിക്കാരൻ, ഞാൻ ആ ഒരു ട്രെയിലറും കാര്യങ്ങളും വന്നപ്പോഴേ പുള്ളിക്കാരൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ സീരിയലിൽ വന്ന പോലത്തെ ആ ഒരു മീശ കട്ടിക്ക് ഇങ്ങനെ താടിയും വെച്ച് മുഖത്ത് ഒരുപാട് മേക്കപ്പ് ഇട്ട് കറക്റ്റ് സീരിയൽ നടനെ പോലെയായിരുന്നു ഈ പടത്തിലും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നാട്ടുമുഖത്ത് ഭാര്യ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ റെസ്ലിംഗ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇവിടെ നാട്ടിലുള്ള അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ആന്റിമാരെ വളയ്ക്കാൻ നടക്കുന്ന ഒരു ഭർത്താവ് അതുമായിട്ടൊരു അശ്ലീല കോമഡികളൊക്കെ വരുന്ന, കുറച്ച് കുണച്ച കോമഡികളൊക്കെ വരുന്ന കുറച്ച് സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് കുത്തിക്കയറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ ട്രെയിലറിൽ മുന്നിട്ട് ഇതേപോലെ എക്സ്പെക്ട് ചെയ്താണ്, അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഐശ്വര്യ ലക്ഷ്മി, പിന്നെ ഇതിൽ ഏക എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് മ്യൂസിക്കാണ്. സിൻഡ്രല്ലാന്റെ ഒരു പാട്ടുകൾ കൊള്ളായിരുന്നു. ആ ഒരു ടിപ്പിക്കലായിട്ട് വരുന്ന ആ ഒരു BGM, ആ സ്കോഴ്സുകൾ കൊള്ളായിരുന്നു. അത് ആ പ്ലേസ് ചെയ്യുന്ന രീതികളൊക്കെ കൊള്ളായിരുന്നു. ആ ഒരു കാര്യം ഒഴിച്ചു നോക്കിയാൽ ബാക്കി എല്ലാം അട്ടർ ഫ്ലോപ്പാണ്. അതായത് പ്രഹസനം എന്ന് വെച്ചാൽ പ്രഹസനം, പ്രസവം ചുമ്മാ പ്രസവിക്കണം, അതുമായിട്ടുള്ള ഒരു പരമ പഴയ കുറെ തോട്ടുകളെ വീണ്ടും അക്കി അലച്ചിങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പഴയ വീട്ടിൽ എന്തൊക്കെ ആയിരിക്കും, പഴയ വീട്ടിൽ കഷ്ടപ്പെട്ട് വരുന്ന ഒരു ഭർത്താവ്, ആഗ്രഹങ്ങളോടെ വരുന്ന ഒരു ഭാര്യ, ഭാര്യയ്ക്കും ഈ വീട്ടിൽ വരിക്കുമ്പോൾ ഭാര്യയുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നുള്ള ഒരു സംശയം വരുന്നു. അതോടെ ഭർത്താവ് സ്വന്തം ലൈഫ് ത്യാഗം ചെയ്ത് ഭാര്യയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, ഭാര്യയെ വലിയ ആളാക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഒലഞ്ഞ സീനുകൾ കുറെ ഉണ്ട് ഈ പടത്തിൽ, ഒരാവശ്യവും ഇല്ലാതെ തന്നെ. പിന്നെ കൂടെ ഉള്ള ആക്ടേഴ്സ് ആയിരുന്നാലും
കുറെ വലുപ്പുകൾ ഒരുപാടുണ്ട്, മോശം പ്രകടനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അതിൽ പടത്തിലെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് വിജയ് റെഫറൻസ്, CM വിജയ്, തളപതി വിജയുടെ റെഫറൻസ് കുറെ ഉണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന എല്ലാ കൊച്ചു പടങ്ങളിലും തളപതി വിജയ് റെഫറൻസ് ഉണ്ട്. അത് വൺ ഓഫ് ദ കാരണം എന്ന് പറയുന്നത് ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് റിവ്യൂ വരുന്ന ഒരു സിറ്റുവേഷനെ പോസിറ്റീവ് റിവ്യൂ ആക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം സിനിമ ഉള്ളപ്പോഴും അദ്ദേഹം എല്ലാ സിനിമയിലെ റെഫറൻസിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇനിയിപ്പോ ഉള്ള എല്ലാ സിനിമകളിലും, ഈവൻ കറുപ്പ്, സൂര്യയുടെ കറുപ്പിൽ തന്നെ ലിയോയുടെ കോഫി ഷോപ്പ് സീനും ആ ഒരു ഒന്നൊന്നര വലിയ സീനാണ് അവിടെ എടുത്ത് അതേപോലെ കട്ടെടുത്ത് വെച്ചതുപോലെ RJ ബാലാജി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂര്യയെ പോലെ വലിയ നടന്മാരിലെ ആ പടം വരും, ആ ഒരു തളപതി വിജയ റെഫറൻസ് വരുമ്പോൾ കൊച്ചു പടത്തിന്റെ കാര്യം മനസ്സിലാക്കണം. അതിലെനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് കരുണാസ്. നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കലി വിജയുമായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആ കരുണാസിനെ കൊണ്ട് തന്നെ സിനിമയില് വിജയുടെ ഗില്ലിയിലെ ഡാൻസ്, അപ്പടിപ്പോട്ട് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട് ഡയറക്ടർ. ഇത് പറഞ്ഞിട്ട് ചെയ്തതാണോ അത് ചെയ്യിപ്പിച്ചിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണോ എന്ന് അറിയില്ല. മൊത്തത്തില് പടത്തില് ഐശ്വര്യ ലക്ഷ്മിയെ കാണാൻ ക്യൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ആസ് യൂഷ്വൽ. പക്ഷെ അതല്ലല്ലോ നമ്മൾ മെയിൻ. ആ ഒരു അഡാപ്റ്റേഷൻ ഇല്ല, ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഒരു ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും വേണ്ടി കരയുന്നതാണ്. പിന്നെ ഈ ഫൈനൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വിഷ്ണു വിശാലും നായിക ഐശ്വര്യ ലക്ഷ്മിയായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു വൃത്തികെട്ട ഫൈറ്റ്. എന്തിനാണ് ആ ഫൈറ്റ് അവിടെ വെച്ചതെന്നൊരു പിടിയില്ല. എന്തുകൊണ്ടാണ് അത് ഐശ്വര്യ ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്തെന്നും ഒരു പിടിയില്ല. ആ ഒരു ഫൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു അരോചകം ഫീൽ ചെയ്യും. ആ ഓടിച്ചാടി ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തി വെക്കുന്നു, ഉമ്മ കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ആ റെസ്ലിംഗ് ടൈപ്പിലാണ്. നിങ്ങൾക്ക് തന്നെ തോന്നും അരോചകമായിട്ട്. ഇത് കണ്ടിട്ട് രമ്യ കൃഷ്ണൻ തന്നെയാണ് കട്ടപ്പ മറ്റേ പുള്ളിക്കാരി ശിവകാമി ദേവിയ പുള്ളിക്കാരി, ആ ഒരു ബാഹുബലി പുള്ളിക്കാരി തന്നെ. അത് നീലാംബരി, നിങ്ങൾക്കറിയാം, പുള്ളിക്കാരി ഇരുന്ന് ചിരിക്കുന്നു. അതൊക്കെ വളരെ അരോചകമായിട്ടാണ് തോന്നി. മൊത്തത്തിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു സീരിയൽ മേക്കിംഗ് ആയിട്ടുള്ള പടം. ഇനിയും ഇതിന്റെ ഒരു ഭാഗങ്ങളോ പാർട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലോട്ടുകളോ ഇറങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇറക്കാനുള്ള കഥകളോ എല്ലാം വച്ചിരിക്കുന്നത് നിർത്തണം. സത്യമായിട്ട് വേണ്ട, ഒരു ആവശ്യവും ഇല്ല. സത്യത്തിൽ ആ ഒരു കോർ പ്ലോട്ട് എല്ലാവരും കണ്ടു മടുത്തു. അല്ലെങ്കിൽ അത്യാവശ്യം ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് ഒരു രീതിയിലും അറ്റാച്ച്ഡും ആയിട്ടില്ല, ഒരു രീതിയിലും ഫീലിംഗും കിട്ടിയിട്ടില്ല ഈ സിനിമ. മൊത്തത്തിൽ ഒരു അരോചക സിനിമ. ഞാൻ പറഞ്ഞില്ല, വിഷ്ണു വിശാൽ ഒരു നല്ല നടൻ തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരുപാട് ഓവറായിട്ടുള്ള ഒരു കോമഡികളും കാര്യങ്ങളും, ഡബിൾ മീനിങ് കോമഡികളും, അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത പരിപാടികൾ കുറെ ഉണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം മൊത്തത്തിൽ പടം ഒരു അരോചകം തന്നെയാണ്, ഒരു ദയനീയമായിട്ടുള്ള ഒരു പടം തന്നെയായിരുന്നു കെട്ട ഗുസ്തി 2.